വീട്ടിലുള്ള കഷ്ണങ്ങൾ തക്കാളി, സബോള, ക്യാരറ്റ്, ബീൻസ്. എളുപ്പത്തിലൊരു സാമ്പാർ വയ്ക്കാം. ഈ സാമ്പാർ നല്ല രസമാണ്. തക്കാളി സബോളയും തന്നിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറാണ് എനിക്ക് കൂടുതലിഷ്ടം. അതിൽ ഞാൻ ക്യാരറ്റ് 2 ബീൻസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി കായപ്പൊടി, ആവശ്യത്തിന് വെള്ളം, ഇത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ പരിപ്പ് കഷ്ണം വെന്ത് വന്നു. പിന്നെ അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിക്കാം. പിഴിഞ്ഞത് ഒഴിച്ചു തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ഒഴിക്കാം. ഇനി അത് ഒരു 10 മിനിറ്റ് നേരം, 5-10 മിനിറ്റ് നേരം നല്ലോണം വെട്ടി തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് അത് താളിച്ചൊഴിക്കാം. കടുക് താളിച്ചൊഴിക്കാം. ഇനിയിപ്പോൾ അത് തിളക്കട്ടെ. നല്ലോണം വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ സാമ്പാർ പൊടി നന്നായി അതിൽ ചേരും. ഇനി നമുക്ക് കടുക് താളിക്കാം. നമുക്ക് കടുക് താളിച്ച് വയ്ക്കാം. അങ്ങനെ ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ ഒരു അടിപൊളി സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ചോറിട്ടൊക്കോ ഒക്കെ നല്ലതാണ്. ഈ തക്കാളി സബോളയും തന്നിട്ടുണ്ടാക്കുന്ന സാമ്പാറായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന സാമ്പാറിനെക്കാട്ടും ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്